ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തക്കാളി വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. 2 തക്കാളി വെച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം. ഇതിലേക്ക് വേറെ ഒരു കഷ്ണങ്ങളുടെ ആവശ്യമില്ല. കുക്കറിലാണ് ഇത് വെച്ചെടുക്കുന്നത്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അത്. വേറെ കഷ്ണങ്ങളൊന്നും ഇല്ല, എന്താ കറി വയ്ക്കുക എന്നൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ വയ്ക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് ഈ തക്കാളി ഞാൻ കഴുകി എടുത്തിട്ട് വന്നതാണ്. ഇനി ഇതിലേക്ക് കുക്കറിലേക്ക് ഒന്ന് അരിഞ്ഞു കൊടുക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അരിയാം, നീളത്തിൽ അരിയാം, ചെറിയ കഷ്ണങ്ങളാക്കി അരിയാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. തക്കാളി വെന്ത് കഴിഞ്ഞ് അത് ഉടഞ്ഞു പൊക്കോളും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ടാണ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടില്ല. അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു സ്പൂണൊന്നും ഇല്ല കേട്ടോ, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി അധികമൊന്നും വേണ്ട, എരിവ് നിൽക്കുന്ന കറിയൊന്നും അല്ല അത്. കുറച്ച് മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പോൾ തക്കാളി ആയതുകൊണ്ട് അധികം വെള്ളമൊന്നും ആവശ്യമില്ല. 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് ഇപ്പോൾ എൻ്റെ കുക്കറിൽ ഞാൻ 3 വിസിലാണ് അടിച്ചെടുത്തത്. ഇനിയിപ്പോൾ വേറെ കുക്കറുകളിൽ വിസിൽ വ്യത്യാസം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്നാവും കേട്ടോ. തക്കാളി വെന്ത് കിട്ടുന്ന ഒരു സമയം മാത്രമേ നമുക്ക് പോവുള്ളൂ. അപ്പോൾ അതൊന്ന് വിസിൽ വരട്ടെ. അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയൊരു റെസിപ്പി ആയിട്ടൊന്നും അല്ല കേട്ടോ ഞാനിത് പറഞ്ഞു കഴിഞ്ഞത്. ഞാൻ ഉണ്ടാക്കുന്നൊരു കറി ആയതുകൊണ്ട് കാണിച്ചു തരുന്നേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മുടെ തക്കാളി വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എയറൊക്കെ പോയ ശേഷം ഒന്ന് തുറന്ന് നോക്കാം. എയറൊക്കെ പോയിട്ടുണ്ട്, ഞാൻ തുറക്കട്ടെ. തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം തക്കാളി വെന്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ഉടഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ അതാ ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 വെളുത്തുള്ളി അല്ലി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 4 വെളുത്തുള്ളി അല്ലി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി അരച്ചെടുത്തിട്ട് ഈ കറിയിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ കറി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ അപ്പേക്ക് ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. കറി ഒന്ന് ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. സമയം ഒട്ടും ചിലവില്ലാത്തൊരു കറിയാണ് കേട്ടോ അത്. നമുക്ക് പെട്ടെന്ന് ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാനൊന്ന് കഴുകി ഒഴിക്കുന്നുണ്ട്. കറിയുടെ ലൂസ് കട്ടിയൊക്കെ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് കറി കുറച്ച് ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വെക്കാം. കുറച്ച് കുറുകിയിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ വെക്കാം. ഈ കറി എന്തായാലും വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ചൂടാറുമ്പോൾ ഒന്ന് കുറുകി വരാറുണ്ട് കേട്ടോ, ഒന്ന് കട്ടയാവും. അപ്പോൾ അതാ ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ കറി ഒന്ന് നന്നായി തിളച്ച് വരണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി തിളച്ച് വരേണ്ടതുണ്ട് കറി. ഞാൻ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതിൻ്റേതായ തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. കാണുന്നവരൊക്കെ ഒന്ന് ക്ഷമിക്കണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ. അപ്പോൾ ഇതാ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല, നമ്മുടെ കറിയായി. ഒന്ന് കടുക് പൊട്ടിച്ചൊഴിക്കുകയേ വേണ്ടൂ കേട്ടോ. ഞാൻ എന്താ ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഞാൻ കടുക് ഇടുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് കട്ടായി പോയിട്ടോ, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. കടുക് പൊട്ടിച്ചിട്ട് ഞാൻ ആ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്, ഇനി പണിയൊന്നുമില്ല. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക്. കണ്ടോ, തക്കാളി കറി റെഡിയായി വന്നിട്ടുണ്ട്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും തെറ്റും കുറവുകളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും താങ്ക് യു.